ഹായ് ഗൈസ്, സർവൈവൽ സീരീസ് എപ്പിസോഡ് 2 ഗൈസ്. ഞാൻ വീണ്ടും വന്നിരിക്കുന്നു ഗൈസ്. നമ്മൾ ഇന്ന് ബിൽഡ് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, നമുക്ക് ചെറിയൊരു ഇത് നമ്മുടെ ഫാം ഹൗസ് ആണല്ലോ. ഫാം ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് സ്റ്റോർ ചെയ്യാനുള്ള ഒരു ചെറിയ സെറ്റപ്പ്. അപ്പോൾ നമുക്കൊരു വിൻഡ് മിൽ ഫാമും കൂടെ സെറ്റാക്കുന്നുണ്ട് ഗൈസ്. വിൻഡ് മിൽ ഫാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു വിൻഡ് മില്ലുകൾ ഉണ്ടാക്കി അതിന് ചുറ്റിനും ഫാമിങ് അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഗൈസ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഇവിടെ ആയിട്ട് ഒരു വിൻഡ് മില്ല് പണിയാണ് ഓർത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് കിട്ടുന്ന സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് ഇവിടെ ആയിട്ട് എന്നിട്ട് ഇവിടുന്ന് കിട്ടുന്ന മറ്റേ സീഡും ബീറ്റും എല്ലാം കൊണ്ടുവന്ന് നമ്മൾ മറ്റേ ഫാം ഹൗസിൽ കൊണ്ട് സെറ്റാക്കും, എല്ലാം സ്റ്റോർ ചെയ്യും. അതാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റോറി ഗൈസ്. ഇതാണ് സ്റ്റോറി, ഇന്നത്തെ സ്റ്റോറി ഇതാ ഗൈസ്. ഇവിടുന്ന് ബിൽഡ് ചെയ്യുന്നു, അവിടെ വിൽ ഫാം ബിൽഡ് ചെയ്യുന്നതിന് ചുറ്റിനും നമ്മൾ ഫാമിങ് ചെയ്യുന്നു. അവിടുന്ന് കിട്ടുന്ന സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് നമ്മൾ ഈ ഫാമിൽ കൊണ്ട് സ്റ്റോർ ചെയ്യുന്നു ഗൈസ്. ഞാൻ ചെറിയൊരു മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇവിടെ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഞാനിത് ഇവിടെ കുറച്ച് ബാരലൊക്കെ വെച്ച് കുറച്ച് ഡിസൈൻസ് മാറ്റിയിട്ടുണ്ട്. അകത്തും കുറച്ച് സ്റ്റോർ ചെയ്യാനുള്ള സാധനങ്ങൾ സെറ്റ് ആക്കിയിട്ടുണ്ട്, സ്റ്റോർ ചെയ്യാനുള്ളത്. പിന്നെ ഗൈസ് എനിക്ക് 2 ഡോഗിനെ കിട്ടി. ഞാൻ ആ കാണുന്ന കാട്ടിൽ മൈൻ ചെയ്യാൻ പോയതാ ഗൈസ്. ആ കാണുന്ന കാട്ടിൽ വുഡ് വെട്ടാൻ പോയതാ. വുഡ് വെട്ടി ഇവിടെ ബിൽഡ് ചെയ്യാൻ വേണ്ടി വുഡ് വെട്ടാൻ പോയതാ. അവിടെ ഒരു കാടുണ്ട്, കാട് കാണുന്നില്ല, അത് അങ്ങനെയാണ്. ആ കാട്ടിൽ വുഡ് വെട്ടാൻ പോയപ്പം എനിക്ക് കിട്ടിയത് ഞാൻ ഇത് എടുത്തിട്ടുണ്ട്, റീപ്ലൈ മോഡ് എടുത്തിട്ടുണ്ട്. എനിക്ക് റെക്കോർഡ് ചെയ്യുന്ന സമയത്തല്ല അത് ഞാൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്തല്ല എനിക്ക് ഡോഗിനെ കിട്ടിയത്. അതുകൊണ്ട് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. 2 ഡോഗിനെ കിട്ടി. രണ്ടത്തെ കൊണ്ട് ഇരുത്തിയിട്ട് പോവാം. ഇതേ പോകുന്ന ഒരുത്തൻ, ഒരാവശ്യമില്ല അതേ പോകുന്ന ഒരുത്തൻ. അവനൊക്കെ എന്തിനു പോകുന്നത് എനിക്ക് അറിഞ്ഞോളാം ഗൈസ്. നമുക്കപ്പം പണികൾ സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. അതിന് വേണ്ടി നമുക്ക് കുറച്ച് സ്റ്റോണ്, കുറച്ച് വുഡ് മാത്രം മതി. ഞാൻ ആ പോകുന്ന കാട്ടിൽ തന്നെ, നേരത്തെ പോയ കാട്ടിൽ തന്നെ 2 ഡോഗിനെ കൊണ്ടുപോകാൻ ഗൈസ് നമുക്ക് സേഫ്റ്റിയാണ്. വല്ല സ്കെൽട്ടനോ ഒന്ന് വന്നു കഴിഞ്ഞാൽ, സ്കെൽട്ടൻസ് നല്ല വന്നു കഴിഞ്ഞാൽ ഇമാർ കടിച്ച് കീറിക്കോളും. എന്നെ തൊടുന്ന പോലെ കടിച്ച് കയറാൻ 2 ഡോഗുകളുണ്ട് ഗൈസ്. നമുക്ക് കുറേ ഡോഗ് ഉണ്ടാക്കണം ഗൈസ്. വലിയ ഡോഗിനെ കുറച്ച് കാരണം ഉണ്ടാക്കണം. ഇപ്പം നമുക്ക് നേരെ പോയിട്ട് വുഡും കാര്യങ്ങളും കളക്ട് ചെയ്യാം. ആ കാണുന്ന കാട്ടിൽ പോയിട്ട് വുഡും കാര്യങ്ങളും കളക്ട് ചെയ്തിട്ട് തിരിച്ചിടാം. ആവശ്യത്തിനുള്ള വുഡ്, സ്റ്റോണ്, കോബിൾ സ്റ്റോണൊക്കെ എടുത്തിട്ടുണ്ട്. ഈ വുഡും കോബിൾ സ്റ്റോൺ എടുത്തിട്ടുണ്ട്. ഈ നമുക്ക് ഇവിടെ നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. ഇവിടെ തന്നെ നമുക്ക് ബിൽഡ് ചെയ്യാം ഗൈസ്. അതിന് വേണ്ടി സ്ഥലങ്ങൾ കുറച്ചൊന്ന് ഒരുക്കി ക്ലീൻ ആക്കട്ടെ. ഇത്രയും മതി. അല്ല, ഇവിടെ സെറ്റാക്കാം ഗൈസ്. അത്ര അടുത്തേക്ക് പോകണ്ട, ഇവിടെ ആയിട്ട് സെറ്റാക്കാം. അതാണെങ്കിൽ ഓക്കെ, ഇത്ര അകലെ മതി. ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു പണിയാം ഗൈസ്. ബിൽഡ് ചെയ്യുന്ന ഞാൻ പറഞ്ഞുകൂടെ തരാം ഗൈസ്. ഞാൻ ബിൽഡ് ചെയ്യുന്ന ഐഡിയാസ് അല്ല, ഞാൻ ബിൽഡ് ചെയ്യുന്ന രീതി നിങ്ങൾക്ക് പറഞ്ഞുകൂടെ തരാം. ആദ്യമേ നമ്മളൊരു റൗണ്ടാണ് ചെയ്യാൻ പോകുന്നത്. റൗണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ 1 2 3, എന്നിട്ട് ഇവിടെ ഒരു ബ്ലോക്ക്, എന്നിട്ട് 1 2 3 ഒരു ബ്ലോക്ക്, 1 2 3 അതുപോലെ തന്നെ ഒരു ബ്ലോക്ക്, 1 2 3 ഒരു ബ്ലോക്ക്. ഇപ്പോൾ റൗണ്ടായി ഗൈസ്. ഇനി ഫ്രണ്ട് ഇങ്ങോട്ട് വെക്കണോ അങ്ങോട്ട് വെക്കണോ? ഫ്രണ്ട് ഏരിയ ഇങ്ങോട്ട് കേട്ടോ ഗൈസ്. ഇതാ ഗൈസ്, നമ്മൾ വരുമ്പം കാണുന്ന ഏരിയ ഇതല്ലേ, ഇങ്ങനെയായിരിക്കും കാണുന്നത്. അതോ ഇവിടുന്ന് നമുക്ക് വഴി ഇങ്ങനെ കൊടുക്കണോ? അത് നമുക്ക് ഇവിടെ വഴി ഇങ്ങോട്ട് കൊടുക്കണോ? ഇത് വേണം, ഫ്രണ്ട് ഏരിയ അത് വേണം. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇങ്ങനെ വെക്കണോ? അത് ഇങ്ങോട്ട് കുറച്ച് നീക്കി വെക്കണം നമ്മൾ ഇത് ബിൽഡ് ചെയ്യുന്നത്. ഇങ്ങോട്ട് നീക്കി വെക്കാം, അതാ നല്ലത്. ഇവിടെ കൊള്ളൂല. റൗണ്ട് കേസ് ഇങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത് കാണിച്ചിട്ടാണ്. ഒന്നേ കാണിച്ചിട്ടാ ഒന്നാമത് കാണിച്ചിട്ടാ കേസ്. കണ്ണോ ആദ്യം ഇത് പൊട്ടിച്ചെടുക്കട്ടെ. ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് വന്നില്ല, അതാ പൊട്ടിച്ചെടുത്തിട്ട് ഒന്നാമത് കാണിച്ചില്ല. വേറെ പണിയൊന്നും ഇല്ലല്ലോ, പൊളിച്ചെടുക്കട്ടെ. ഡിസൈൻ തന്നെ ഏത് ഡിസൈനും മാറ്റം വരുന്നില്ല. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ഉണ്ടാക്കാം. ഫലങ്ങൾ വീണ്ടും മാറിക്കൊണ്ടിരിക്കുക. ഏതാ കറക്റ്റ് നേരെ ഗൈസ്. 1 2 3 ഓക്കെ, ഒരു ബ്ലോക്ക്. അതുപോലെ തന്നെ സെയിം 1 2 3 സെയിം. വീണ്ടും 1 2 3 വീണ്ടും 1 2 3 ഓക്കെ. ഇപ്പോൾ സെറ്റല്ലേ ഗൈസ്. ഇനി ഫ്രണ്ട് ഏരിയ ഇത് നമുക്കൊരു 1 2 3 4 കട്ട ഹൈറ്റ്, ഫുൾ ഹൈറ്റ് 4 കേസ്. അങ്ങനെ 4 കട്ട് ഫില്ല് ചെയ്യട്ടെ. അത് ഫില്ല് ചെയ്തിട്ടുണ്ട്. പിന്നെ കേസ് നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ വേണം. ഇതുണ്ടാകട്ടെ, കുറച്ച് സ്റ്റോണ് ഇതാക്കട്ടെ. വുഡാക്കിയിട്ട് കുറച്ച് സ്റ്റെയർ വേണം കേസ്. കുറച്ച് സ്റ്റെയർ അങ്ങ് ഉണ്ടാക്കിയാൽ പോരെ, ക്രാഫ്റ്റ് ചെയ്താൽ പോരെ. എന്ത് കഷ്ടപ്പെടുന്നേ. കുറച്ച് സ്റ്റെയർ ഉണ്ടാക്കി കേസ്, കുറച്ച് സ്റ്റെയർ. എന്നിട്ട് ഇതിൻ്റെ സ്ലാബും വേണം, കുറച്ച് സ്ലാബ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇപ്പോൾ കേസ് അടുത്ത് വെക്കാമേ, ഇത് കയറി പോകാൻ വഴിയില്ല. ഓക്കെ കേസ്, അടുത്ത ലെയർ ഇങ്ങനെയാണോ? ഇങ്ങനെ കേസ്, ഇങ്ങനെ തന്നെ വെക്കുക. ഇവിടെ വരത്തില്ല കേട്ടോ. ഫ്രണ്ടിൽ 3 ബ്ലോക്ക് ഇങ്ങനെ വരും. 1 2 3. സൈഡ് വരത്തില്ല, സൈഡിൽ ബ്ലോക്ക് ഇല്ല. 1 2 3 ഓക്കെ. ഇങ്ങനെ തന്നെ ഇത് ഫുള്ള് ഫില്ല് ചെയ്യട്ടെ കേസ്. ഇങ്ങനെ തന്നെ സെയിം. ഓക്കെ, ഇനി ഇത് അകത്തുനിന്ന് എങ്ങനെ തിരിച്ചു വെക്കണം? അടുത്ത ബ്ലോക്ക് ഇങ്ങനെ തിരിഞ്ഞു വേണം. അപ്പോൾ ഇനി സ്റ്റെയർ വേണം. ഇനി സ്റ്റെയർ കുറച്ചുണ്ടാക്കാം. വെയിറ്റ് ചെയ്യൂ.
മൊത്തം വെട്ടിക്കഴിഞ്ഞാൽ ഈ വുഡ് വെട്ടാൻ പോകേണ്ടി വരും. സ്റ്റെയർ ആവശ്യം സ്റ്റെയർ ഇത്രയും സ്റ്റെയർ മതി. ഈ സ്റ്റെയർ ക്രാഫ്റ്റ് ചെയ്താൽ പോരെ. സ്റ്റെയർ കുറച്ചുകൂടെ ആവശ്യം വരും ഗൈസ്. എന്തായാലും അടുത്ത നിലയുണ്ട്, 3 നിലയിലാണ്ട് വരുന്നത്. 3 നിലയ്ക്ക് ആവശ്യം വരും സ്റ്റെയർ. ഇനി അടുത്ത സ്റ്റെയർ വെക്കാം. തലയിരിച്ച് എന്ത് ഗൈസ് സ്കൂളിൽ വെച്ച് കളഞ്ഞാൽ ഒരാവശ്യമില്ല, സ്കൂളിൽ വെക്കണ്ട. എന്നിട്ട് ഇത് ഫില്ല് ചെയ്യുന്ന ഈ ബ്ലോക്ക് വെച്ച് ഗൈസ് അടുത്ത് ഫില്ല് ചെയ്യുക. ഇവിടെ ഫില്ല് ചെയ്യുക, സെയിം ഇവിടെ ഫില്ല് ചെയ്യുക, സെയിം ഇവിടെ ഫില്ല് ചെയ്യുക, സെയിം ഇവിടെ ഫില്ല് ചെയ്യുക. അപ്പോൾ ഫുള്ള് ഫില്ല് ചെയ്തില്ലേ. ഇനി ഒരു സ്ലാവ്, അടുത്ത സ്ലാവ് എടുത്ത് മണ്ടേ കൊണ്ട് വെച്ച് എന്തിനാ സ്ലാവ്. ഇപ്പം സ്ലാവ് ആയില്ലേ. ഡിസൈൻ മാറിയിട്ടൊന്നുമില്ല, വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ. ഇതൊന്നും ഇല്ല, കുഴപ്പങ്ങളൊന്നുമില്ല. ഇനി നമ്മൾ വെക്കാൻ പോകുന്നത് ഈ സ്റ്റോൺ ആയിരിക്കും. ഇതുപോലെ തന്നെ സെയിം അകത്തേക്ക് അടുത്ത എല്ലാവരും വരുന്ന കേസ്. നടുക്കത്തെ ബ്ലോക്ക് മാത്രം ഡിഫറെൻ്റ് ആക്കാം നമുക്ക്. ഓക്കെ, 4 ബ്ലോക്ക് ഹൈറ്റ് വരും ഗൈസ്. 1 2 3 ഒക്കെയുള്ള ഫില്ല് ചെയ്യുന്ന കേസ് നമുക്ക് ഇത് കൂടി ബ്ലോക്ക് ആയിരിക്കും. ബ്രിക്ക് വെച്ച് ഫില്ല് ചെയ്യണം ഗൈസ്. ബ്രിക്ക് വെച്ച് ഇത് ഏരിയ ഫില്ല് ചെയ്യണം. ഫില്ല് ചെയ്തു. അടുത്തത് അതുപോലെ തന്നെ അടുത്തത് സെയിം ബ്രിക്ക് വെച്ച് തന്നെ സെയിം. അടുത്തത് സെയിം. ഓക്കെ, ഇനി ഗൈസ് ഇത് നേരം പിടിപ്പിക്കണം എനിക്ക് തോന്നുന്നു. അതായത് നേരം പിടിപ്പിക്കട്ടെ. അടുത്ത പ്ലാന് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി സ്ലാബ് വെച്ച് ഫില്ല് ചെയ്യാം. അടുത്ത നിലയ്ക്ക് നമ്മൾ എടുക്കുന്ന ബ്ലോക്ക് ഇതായിരിക്കും. 1 2 4 ബ്ലോക്കായി ഗൈസ്. 1 2 3 4 ഗൈസ്. ഒരു ബ്ലോക്കിന് കുറവുണ്ട്. സെയിം തന്നെ കളർ ചെയ്ത് മാറ്റം വന്നാലും കുഴപ്പമില്ല ഗൈസ്. നമുക്കിത് ഇതാക്കാം. ആക്സ് വെച്ച് നമുക്കിത് അതിൻ്റെ അകം ഫുൾ അങ്ങ് ഫില്ല് ചെയ്യണേ. ഓക്കെ ഓക്കെ, ഭാഗം ഫില്ല് ചെയ്യുന്ന സെയിം ഇത് ഫുള്ള് ഫില്ല് ചെയ്യുക. അടുത്ത് അപ്പം ഫുള്ള് ഫില്ല് ചെയ്ത് കളയുന്നു. എന്നിട്ട് ഇത് വീട് പോലെ ആക്കും ഗൈസ്. ഇനിയാണ് വീടിൻ്റെ പരിപാടി. ഇനിയാണ് ഇതിൻ്റെ സ്റ്റെയറിൻ്റെ പരിപാടി മൊത്തം വരാൻ പോകുന്നത്. ഒരു ബ്ലോക്ക് ഇവിടെ വരും. വലിയ വിൻഡ് മിൽ സെറ്റപ്പ് ഇല്ല എങ്കിലും ഗൈസ് കൊള്ളാം എന്നാണ് എൻ്റെ വിശ്വാസം. കൊള്ളായാൽ മതി അങ്ങനെയല്ലേ. ഇങ്ങനെ തിരിഞ്ഞു പോയോ ഗൈസേ? വിൻഡ് മില്ലിൻ്റെ കൊമ്പ് പോയത് ഇങ്ങനെയല്ലേ ഗൈസ്? ഇങ്ങനെ ഏതാണ്ടോ അതിൻ്റെ ഇത് പോകുന്നത്, നീളത്തിൽ പോകുന്നത്. ഓക്കെ, അപ്പം ഇച്ചിരി വ്യത്യാസം വരുത്തുന്നുണ്ട്. ഇത് പോരാ, നമുക്ക് ഡിസൈൻ മാറ്റാം. ഞാൻ വിൻഡ് മില്ല് ഇതുമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല ഗൈസ്. അതാണ് കൃത്യം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. താഴെ ചാടി വന്ന് ഈ ചത്തു പോകും. ചാവാതെ നമുക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടി ഞാൻ കണ്ടിട്ടുണ്ട് ഗൈസ്. ഇങ്ങനെ ഒന്ന്, അതുപോലെ തന്നെ ഇവിടെ ഒന്ന് നമുക്ക് ഒരു ബ്ലോക്ക് 2 ബ്ലോക്ക് ഹൈറ്റ് ആക്കാം. 1 2. എന്നിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് ഇങ്ങനെ വെക്കാം. അതിന് വേണ്ട, അതിന് പോലെ നമുക്ക് നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ വെക്കാം. ഓക്കെ, ഇപ്പം ലുക്ക് ഇച്ചിരി മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ട ഒരു സ്ലാബ് വെക്കാം. ഇങ്ങനെ ഇപ്പം നോക്കിയേ, ഇപ്പം അത്യാവശ്യം ഒരു ലുക്ക് മാറിയില്ലേ? വലിയ ലുക്ക് മാറ്റം വന്നിട്ടില്ല, എങ്കിലും നമുക്കൊരു ലുക്ക് മാറ്റം വന്നില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഇരിക്കട്ടെ. ഇപ്പോൾ ചെറിയ ലുക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഇവിടെ ആക്കാം. സെയിം ഇപ്പം ചെറിയ ലുക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഗൈസ് ഇനി സാധനം എടുത്തിട്ട് വേണം. ഇനി എനിക്ക് കുറേ വൂള് കളക്ട് ചെയ്യണം. വൂള് കളക്ട് ചെയ്താൽ ഗൈസ്. വൂളും മറ്റേ ഗ്രൈൻഡ് സ്റ്റോൺ കുറച്ച് ഉണ്ടാക്കണം. അപ്പം വൂളും ഗ്രൈൻഡ് സ്റ്റോണും കുറച്ച് ഉണ്ടാക്കട്ടെ.
ഇത് വിൻഡ് മിൽ ഫാമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലായിരിക്കും അല്ലേ? കുഴപ്പമില്ല, നമുക്കറിയാവുന്ന രീതിയിലുള്ള വിൻഡ് മില്ല കേസ് ഉണ്ടാക്കുന്നത്, എനിക്കറിയാവുന്ന പോലെ. അത് കുറച്ച് ഡിസൈൻസ് മാറുമ്പോൾ വിൻഡ് മില്ല ആയിക്കോളും, ആയാൽ മതിയല്ലോ. നമുക്ക് ആവശ്യത്തിനുള്ള ആവശ്യമുള്ള ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ കേസ്, വെച്ച് ചെയ്യുമ്പോൾ അറിയാം ആവശ്യത്തിനുള്ള ഉണ്ടോ ഇല്ലയെന്ന്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മാത്രമല്ല കേസ്, ഞാൻ ഗ്രൈൻഡ് സ്റ്റോൺ കുറച്ചുണ്ടാക്കിയിട്ടുണ്ട്, ഡിസൈൻ ഭാഗമാട്ടോ ഗ്രൈൻഡ് സ്റ്റോൺ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഓക്ക് ലോഗ് അത് ആവശ്യമുണ്ട്. പിന്നെ ഇതൊക്കെ ഇത് വെറുതെ എടുത്ത കേസ്, അത് കുറച്ച് ഇരുന്നോട്ടെ ഓർത്ത് ഡിസൈനായിട്ട് ചോട്ടിക്കൊണ്ട് വെക്കാൻ ഓർത്ത് വെച്ചത് കേസ്, അതിനടുത്തതാണ്. പിന്നെ കുറച്ച് ഇത് വേണം, യെസ് കുറച്ച് പോലെ കേസ്, കുറച്ചധികം വേണം ഡിസൈൻ വേണ്ടി കേസ്. ഡിസൈൻ അല്ല, കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ മണ്ടയിൽ തിരിച്ച് വലിഞ്ഞ് കയറണം, അതാണ് ഈ അടുത്ത ടാസ്ക്. ഇതല്ലേ ഫ്രണ്ട് ഏരിയ കയറി ഇനി കുറേ ബ്ലോക്കിൻ്റെ ആവശ്യം വരും കേസ്. ഇങ്ങനെ പറഞ്ഞു വെക്കാൻ പറ്റത്തില്ല എന്തായാലും, ഏറിയൊന്നും പണിയെടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം കേസ് നമുക്ക് 1 2 3 4 ബ്ലോക്ക് വരട്ടെ. 4 ബ്ലോക്ക് വരുമ്പം ഫസ്റ്റ് ബ്ലോക്കിനകത്ത് ഇങ്ങനെ ആരംഭിച്ചു, പിന്നെ ഒന്നിങ്ങനെ 2 സെയിം തന്നെ. പിന്നെ ഈ താഴേക്ക് ഇറങ്ങാം, താഴേക്ക് ഇറങ്ങാം, അടിയിൽ ഇവിടെ ഇറങ്ങണേ നൈസ്. ഇവിടെ ആരംഭിച്ചു. ഇപ്പോൾ ഫ്രണ്ടിലെ ഏരിയ അങ്ങ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് കേസ് വരാൻ പോകുന്നത് ഇതിൻ്റെ അടുത്ത് തന്നെ മറ്റേ നമ്മുടെ വൂൾ സെക്ഷൻ. എങ്ങനെ വരും ഗൈസ്? വരുന്നുണ്ട്. ഈ ഇടയ്ക്കുള്ള കുറച്ച് ബ്ലോക്ക് ഇല്ലേ, അത് പിടിച്ചോളാം. പിന്നെ ഇവിടെ അടുത്തൊരു ബ്ലോക്ക് പിടിച്ചോളാം. ഇങ്ങനെ ഇരിക്കും, കണ്ടല്ലോ കൂടിപ്പോയോ, അത് കുറഞ്ഞു പോയോ? അതുപോലെ തന്നെ ഈ സൈഡിലും അത്യാവശ്യം ലുക്കായിട്ടുണ്ട്. ഒരു ബ്ലോക്ക് മണ്ട വരാണ്ട്, അതിൻ്റെ മണ്ട വരാണ്ട് ഒരു ബ്ലോക്ക് പോലെ നോക്കാം ബൈസ്. എൻ്റെ ലുക്ക് ഉണ്ടോ? ഉണ്ട്. നമ്മളൊരു അടുത്ത ഡിസൈൻ വരുമ്പോൾ ശരിയാകും ഗൈസ്. എനിക്ക് അടുത്ത ലെയർ വെക്കണമെന്നുണ്ടായിരുന്നു, അത് നമുക്ക് ഭാവി ചെയ്യാം. നമ്മളൊരു ഷീപ്പിൻ്റെ ഒരു ഫാമൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ട് ഭാവിയിൽ നമുക്ക് അതിന് വെച്ച് വെക്കാം. അപ്പം നമുക്ക് തൽക്കാലം ഇതൊന്ന് ഫുള്ളൊന്ന് ഡിസൈൻ ചെയ്തൊന്ന് ക്ലീൻ ചെയ്യട്ടെ. വെയിറ്റ്, ഫുൾ ക്ലീൻ ചെയ്യുന്ന മുമ്പ് ഗൈസ് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒരു ഡോറ് വെക്കണം, ഡോറ് മാത്രം പോരാ. ഞാൻ ഒരു സ്റ്റെയർ, ഒരു ബ്ലോക്ക്, ഒരു കോബിൾ സ്റ്റോൺ വരെയും ഗൈസ്, ഒരു കോബിൾ സ്റ്റോൺ, ഒരു സ്റ്റെയർ, ഒരു ഡോറ്. പിന്നെ അകത്തുള്ള ഡിസൈനൊക്കെ ഇച്ചിരി കാര്യം ചെയ്യാണ്ട്, അകത്തുള്ള ഡിസൈന് വേണ്ടി ഇതൊക്കെ എടുത്ത് വന്നത്. ലൈറ്റ് വെച്ചില്ലല്ലേ, ഒരു ലൈറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. അകത്ത് കൂടുതൽ ഡിസൈൻസ് ഒന്നും വേണ്ട ഗൈസ്. ഓക്കെ, അകത്ത് വലിയ ഡിസൈൻസ് ഒന്നും വേണ്ട, പക്ഷേ ഡിസൈൻ വേണം വെച്ച് കഴിഞ്ഞാൽ ഡിസൈൻ വേണം എന്തായാലും. ഓക്കെ, ഇനിയിപ്പോൾ ഒരു ബെഡ്, ഈ ബെഡ് എടുത്ത് അകത്ത് കൊണ്ടേക്കാം. അപ്പോൾ നമുക്ക് നമ്മൾ പണിയെടുക്കാൻ വരുമ്പോൾ ഗൈസ് മഴയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിനകത്ത് കിടക്കാനും പറ്റും, കയറി നിൽക്കാനും പറ്റും. ഈ വലിയ അകത്ത് വ്യൂ നമ്മൾ മാറ്റാൻ പറ്റുന്നില്ല. പിന്നെ ഒരു ഗ്രൈൻഡ് സ്റ്റോൺ ഇരിക്കട്ടെ, ഇവിടെ ഇരിക്കട്ടെ. പിന്നെ കുറച്ച് വൂള് നമ്മളെന്തായാലും ഇതല്ലേ, കുറച്ച് ഫാനിൻ്റെ കുറച്ച് ലീഫ് ആക്സസറീസ് ആയിട്ട് ഇത് ഇരിക്കട്ടെ. നമ്മൾ ബിൽഡ് ചെയ്യാൻ വരുമ്പോൾ കുറച്ച് ആക്സസറീസ് ഉള്ളത് നല്ലതല്ലേ, ബെഡിൻ്റെ മണ്ട വെക്കാൻ പാടില്ല. ഓക്കെ, ഇങ്ങനെ ഇരിക്കട്ടെ. പിന്നെ ഒരു ബാരൽ വേണം ഗൈസ്, ഒരു ബാരലും കൂടി നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം. ബാരൽ ഉണ്ടാക്കാമല്ലോ, ക്രാഫ്റ്റിംഗ് ടേബിൾ ഇല്ലല്ലേ? ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടല്ലോ, പിന്നെന്ത്, ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഇരിക്കട്ടെ ഗൈസ്, ഒരു ബാരലും ഉണ്ടാക്കാം. ഒരു ബാരലുള്ളോ? ഇതില്ലല്ലേ ഗൈസ്, ഒരു ബാരൽ ഇവിടെ ഇരിക്കട്ടെ. അപ്പം അകത്തെ ഡിസൈൻ ഏകദേശം ഒരു ഡിസൈൻ മാറിയിട്ടില്ല, അകത്തും ചെറിയൊരു വ്യൂ വ്യത്യാസം വന്നില്ലേ, തമ്മിലുണ്ട്. ഇനി നമുക്കിത് ഫുള്ള് ക്ലീൻ ചെയ്ത് മാറിയിട്ട് ഫൈനൽ ലുക്ക് നമുക്ക് കാണിച്ചു തരാം കേട്ടോ. ഗൈസ്, അപ്പോൾ ഫൈനലി നമുക്ക് നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാ ഗൈസ്. ഇപ്പോഴാണ് ഫൈനൽ ലുക്ക് വന്നത്, നമ്മുടെ വിൻഡ് മില്ലിൻ്റെ ഫൈനൽ ലുക്ക് ചെയ്ത് ഗൈസ്. ഇത് വിൻഡ് മില്ല് ഇങ്ങനെ ഇരിക്കും, വേറെ ലുക്ക് വ്യത്യാസം വരാൻ പോകുന്നില്ല ഗൈസ്, ഇത്രയൊക്കെ പറ്റുള്ളൂ, അതാണ് എൻ്റെ ഒരു ഇത്. ഇനി ഗൈസ് നമുക്കിത് കാര്യങ്ങൾ മൊത്തം ബാക്കി വിൻഡ് മില്ല് മാത്രം പറഞ്ഞാൽ പോയല്ലോ, ഇന്ന് ബാക്കി ഫാമിംഗ് സെറ്റ് വേണ്ട. അപ്പം ഗൈസ് ഞാൻ ഒരു വാട്ടർ റോക്കറ്റ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ എൻ്റെ ഉണ്ട്. ഞാൻ ഒരു 2 അയങ്കോളത്തെ കല്ലിക്കൊന്നായിരുന്നു, 2 അയങ്കോളത്തെ കല്ലിക്കൊന്നപ്പോൾ എനിക്ക് ഐറ്റംസ് എല്ലാം കിട്ടി. ഇനി നമുക്ക് വിൻഡ് മിൽ ഫാമിനുള്ള ഐറ്റംസ് ഉണ്ടാക്കാം. ഒരു വാട്ടർ റോക്കറ്റ് ഉണ്ടാക്കി, പിന്നെ ഉഴുത് മറിക്കാനുള്ള സാധനങ്ങളില്ലേ, അതായത് ഇത് കുറച്ച് ഒരു ഹോ തൽക്കാലം ഒരു ഹോ മതി.
ബാക്കി നമുക്ക് ഉണ്ടാക്കാം. ഇൻഫിനിറ്റി വാട്ടർ ഒന്ന് ഉണ്ടാക്കട്ടെ കേസ് അവിടെ. ഇതേ വാട്ടർ അങ്ങോട്ടൊരു ഇൻഫിനിറ്റി വാട്ടർ സോഴ്സ് ഉണ്ടാക്കാം. ഒരു വാട്ടർ പറ്റില്ലുള്ളൂ, ചാവല്ലേ. ഓക്കെ, ഈ ഇൻഫിനിറ്റി വാട്ടർ സോഴ്സ് ഉണ്ടാക്കട്ടെ കേസ്. എന്നിട്ട് നമുക്ക് ഫുള്ള് കേസ് ഒന്ന് ഇതല്ല കേസ്, ഫുള്ള് ഇത് ചെയ്തിട്ട് ഫാമിങ്, അത്യാവശ്യം ഫാമിങ്ങുള്ള സെറ്റപ്പ് ഉണ്ടാക്കിയിട്ട് കേസ് ഞാൻ ക്ലീൻ ചെയ്ത് ഫാമിങ്ങുള്ള സെറ്റപ്പ് ഒന്ന് ഉണ്ടാക്കട്ടെ കേസ്. എന്നിട്ട് കാണാം. ഓക്കെ, എന്തായാലും കേസ് എനിക്ക് ഫുൾ സീഡ് കിട്ടിയില്ല കേസ്. നടാനുള്ള ഫുൾ സീഡ് കിട്ടിയ വില്ലേജ് ഫുള്ള് നോക്കിയാണ്, കുറച്ച് സീഡ് കിട്ടിയില്ല. അത് സീഡ് വളർന്നു കഴിയാതെ കേസ് ഫുള്ള് സീഡാക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും സീഡ് പെട്ടെന്ന് കിട്ടത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ലൈറ്റിന് വേണ്ടി ഒരു പോസ്റ്റ് ഉണ്ടാക്കാൻ കേസ്. അതിന് വേണ്ടി ലൈറ്റ് തൂക്കിയിടാൻ കേസ്. എന്നിട്ട് നമുക്ക് സെറ്റാക്കാം. ലൈറ്റ് ഒക്കെ ലൈറ്റ് വെക്കാൻ വേണ്ടി കേസ് നമ്മൾ ഇങ്ങോട്ടുള്ള വഴി അറിയണ്ട, അതിന് വേണ്ടി ലൈറ്റ് വെക്കുന്നുണ്ട് കേസ്. ലൈറ്റ് വെച്ച ശേഷം നമുക്ക് ലൈറ്റിനുള്ള സെറ്റപ്സ് ചെയ്യാം. ലൈറ്റ് ചെയ്യട്ടെ. ലൈറ്റ് വെച്ചിട്ടുണ്ട് യെസ്. അപ്പം അതുപോലെ ഒരെണ്ണോടെ ഉണ്ട് കേസ്. ഒരെണ്ണോടെ വെക്കാം ഉണ്ട്. അത് അവിടെ നിന്ന് ഇത്രയും ഒരു അകലായിരിക്കട്ടെ, ഈ ഒരു അകല വേട്ട കേസ്. എന്താ മാങ്ങ. ഓക്കെ, എന്നാൽ പിന്നെ കേസ് ഒരു ബ്ലോക്കും കയറുന്നു, വെക്കുന്നു, പൊട്ടിച്ചളയുന്നു. ഇപ്പം കേസ് അടുത്ത ടോർച്ച് ഒക്കെ ഉള്ള പറഞ്ഞിട്ടുണ്ട്. ലൈറ്റിങ് വേണമല്ലോ നമ്മൾ കേസ് ഇങ്ങോട്ട് വരാനുള്ളത്, വഴി അറിയാനുള്ള ഇത് വേണ്ടേ. പിന്നെ കേസ് നമുക്ക് എന്തായാലും ഇവിടെ വന്നതല്ലേ എന്ന് ഓർത്ത് ഞാൻ കുറച്ച് ഇങ്ങനത്തെ കുറച്ച് ബ്ലോക്ക് ആക്കണമുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് ബ്ലോക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് വിചാരിച്ചു എന്തായാലും ഇവിടെ ഒരു ബ്ലോക്കിനെ മാറ്റി വെക്കാം. ഓക്കെ, അതല്ലേ. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ബ്ലോക്ക് മാറ്റിയേക്കാം. കിട്ടിയ സ്ഥിതിക്ക് കുറച്ച് ബ്ലോക്ക് മാറ്റി വെച്ചു. പിന്നെ കേസ് നമുക്ക് ഞാൻ കുറച്ച് ഇതെടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇത്രയും മൈൻഡ് ചെയ്ത് പണിയെടുക്കുന്ന ഒരു ഫീല് വേണ്ടേ. പണിയെടുക്കുന്ന ഒരു ഫീല് കിട്ടാൻ വേണ്ടി, ഇല്ലെങ്കിൽ നമ്മളിവിടെ ഒന്ന് വെറുതെ നിൽക്കാമെന്ന് വിചാരിക്കും ആൾക്കാർ മൊത്തം. അതുകൊണ്ട് ഞാൻ ഇവിടെ ഫീല് കിട്ടാൻ വേണ്ടി കേസ് കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത്രയും ബ്ലോക്ക് മൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് സീഡാക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞു. ഇവിടെ സീഡാക്കാൻ പറ്റുമെങ്കിൽ ഞാൻ സീഡാക്കിയേനെ. ഇപ്പോൾ കേസ് നമ്മൾ ഫുള്ള് നിറഞ്ഞിരിക്കുക. പണിയെടുത്ത് കുറേ കച്ചിയൊക്കെ ആക്കിയിട്ടുണ്ട്, കുറേ സീഡും വീറ്റൊക്കെ ആയിട്ടുണ്ട്. വീട്ടിലേക്ക് കയറാൻ പോലും സ്ഥലമില്ലാത്ത പണിയായിട്ടുണ്ട്. നമ്മളിപ്പോൾ നമ്മൾ പണിയെടുത്ത് തീർന്നുള്ളൂ. ഇപ്പം വിളവെടുത്തു, അതുകൊണ്ടാണ് കേസ് ഫുള്ള് തരിശായിട്ട് കിടക്കുന്നത്. തീർന്നുകൊണ്ട് കേസ് തരിശുണ്ടാക്കുന്നത്. പിന്നെ വരി മാത്രം നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത്. ഇവിടെ വരെ വരിയുണ്ട്. ഓക്കെ, ഇവിടെ വരെ ഓൾറെഡി വരിയുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഇങ്ങനെയൊക്കെ വെട്ടി അങ്ങ് പോവാം തൽക്കാലം. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് തൽക്കാലം കേസ് ഇങ്ങനെ ഒന്ന് വെട്ടിപ്പോവാം. കുറച്ച് ഒരു ഇല്ലാത്തില്ല, ഒരു ഡിസൈൻ ചെയ്തിട്ട് ഒരു രീതിയിൽ വെറുതെ പോവാം. പോസ്റ്റ് വരെ ഉണ്ടല്ലോ. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് ഫുള്ളങ്ങ് വെട്ടിപ്പോവാം. ഫുള്ള് വെട്ടണ്ട, കുറച്ചൊക്കെ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ. ഇല്ലെങ്കിൽ നമ്മൾ വരി മറന്നു പോകും. രണ്ടെണ്ണം വെച്ചിങ്ങ് പോകാം സ്പേസിലേക്ക്. വീട്ടിലില്ല, വിൻഡ്മില്ലിലേക്കുള്ള വരികൾ നമുക്ക് സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, വിൻഡ്മില്ലെത്തിയിട്ടുണ്ട്. അപ്പം ഇതാണ് ഈ നമ്മുടെ വിൻഡ്മില്ലിലേക്കുള്ള വരി. നോക്കട്ടെ, ഇതുണ്ടോ. ഇതാണ് കേസ് നമ്മുടെ ഫൈനൽ ലുക്ക്. വിൻഡ്മില്ലിൻ്റെ എത്രയും ചെറിയ ലുക്കേ ഉള്ളൂ. ഇതൊക്കെ മതി കേസ്. ഇതിൽ കൂടുതൽ എങ്ങനെ ലുക്ക് എടുക്കാനാണ് കേസ് ഞാൻ ഇതിക്കുള്ളിൽ എങ്ങനെ ബിൽഡ് ചെയ്യാനാണ് കേസ് ഇരിക്കും. പിന്നെ കേസ് അതാ നമ്മുടെ സ്റ്റോറി പോലെ തന്നെ കേസ് നമ്മളിപ്പം ഇത് നമ്മുടെ ഫാം ഹൗസ്, അത് നമ്മുടെ വിൻഡ്മില്ലിൽ നിന്ന് ആ ഭാഗത്തുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ മൈൻ ചെയ്തില്ല, അവിടെയുള്ള എല്ലാം
പണിയെടുത്ത് ഫാമിങ് ചെയ്ത് കഴിഞ്ഞിട്ട് അതെല്ലാം കൊണ്ട് നമ്മൾ ഈ ഫാം ഹൗസിൽ കൊണ്ട് വെക്കും. നമ്മുടെ ഈ ഫാം ഹൗസ് ഉണ്ട്, ഈ വീട്ടിൽ കൊണ്ട് വെക്കും. അതാണ് എൻ്റെ ഒരു ഈ പ്രാവശ്യത്തെ ഒരു ഐഡിയ. എന്നുവെച്ചാൽ അവിടെ ഇങ്ങോട്ട് വഴി വെട്ടിയിട്ടില്ല, അത് കുഴപ്പമില്ല, വഴി വെട്ടില്ല, അങ്ങോട്ടുള്ള വഴി വെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫാം ഹൗസിന് എങ്ങനെയുണ്ട് കേസ്? നിങ്ങൾക്ക് വിൻവില്ല് ഫാം ഇഷ്ടപ്പെട്ടെങ്കിൽ കേസ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് കൂടെ കുടിക്കുക കേസ്. അത് അത്രേ ഉള്ളൂ കേസ്. ഒരു സബ്സ്ക്രൈബ് ചെയ്യുക കേസ്. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ഗൈസ്. ടാറ്റാ.